ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ഇന്ന് സമാപിക്കും. ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടെയാണ് സമാപനമാവുക. 64 കോടിയോളം പേർ ഇത്തവണ കുംഭമേളയ്ക്ക് എത്തിയെന്നാണ് കണക്ക്. പ്രയാഗ്രാജിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയ വിവരങ്ങളുമായി. ബൽറാം, 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തീർത്ഥാടക സംഗമമാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ 1.5 മാസത്തോളമായി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന്, ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നായി വിശ്വാസികൾ ഒഴുകിയെത്തിയ ത്രിവേണി സംഗമത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ഇവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ആയിരക്കണക്കിന്, 10,000-കണക്കിന് തീർത്ഥാടകരാണ് ത്രിവേണി സംഗമത്തിൽ സ്നാനത്തിനായി ഈ ഒരു സമയത്തും എത്തിക്കൊണ്ടിരിക്കുന്നത്. ത്രിവേണി സംഗമത്തിലെ നദിയുടെ 2 കരകളിലും ഇത്തരത്തിൽ ഒരേപോലെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 3:30 മുതൽ തന്നെ ഇതേ കാഴ്ചയാണ് ത്രിവേണി സംഗമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാന സമയത്തേക്ക് അടുക്കുമ്പോൾ തിരക്ക് അല്പം കൂടി വർദ്ധിക്കുന്നതായാണ് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത്. ഇന്നായിരിക്കും ഈ 45 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക എന്ന് തന്നെയാണ് അധികൃതരും വ്യക്തമാക്കുന്നത്. 2 കോടിയോളം ആളുകൾ ഇന്ന് സ്നാനത്തിനായി എത്തുമെന്നാണ് കണക്കാക്കിയിരുന്നത് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയതായാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ബാരിക്കേഡുകൾ, നിയന്ത്രണങ്ങൾ, വഴി നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴും തിരക്ക് ശമിച്ചിട്ടില്ല. ഈ ഘട്ടത്തിലും ഇനി ഈ മഹാകുംഭമേള പൂർത്തിയാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുജ, ശരി. ശിവരാത്രി സ്നാനത്തോടെയാണ്, ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടെ മഹാകുംഭമേളയ്ക്ക് സമാപനമാകും. ഇത്തവണ 64 കോടിയോളം പേർ കുംഭമേളയ്ക്ക് എത്തി എന്നുള്ളതാണ്. പ്രയാഗ്രാജിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.